സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ 6 വർഷം നീണ്ട സമര പോരാട്ടം വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട്ടെ കാട്ടിൽ പിടിക സമരസമിതി. പായസം വിതരണം ചെയ്തും ബാൻഡ് മേളം സംഘടിപ്പിച്ചുമാണ് സമരപ്പന്തൽ പൊളിച്ച് 6 വർഷം നീണ്ട സമരം അവർ അവസാനിപ്പിച്ചത്. സമരം വിജയിച്ചു. അഭിവാദ്യങ്ങൾ 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 ദുരന്ത പദ്ധതി അറബിക്കടലിൽ വിജയിച്ചു വിജയിച്ചു സമരം വിജയിച്ചു. ഈ മുദ്രാവാക്യം വിളി ഒരു ജനത അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷം കൂടിയാണ്. 1 ലക്ഷത്തോളം വരുന്ന ജനത്തെ കുടിയൊഴിപ്പിച്ചുള്ള കേരളിനെതിരെ 2020 ഒക്ടോബർ 2 കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ കാട്ടിൽപീടിക പ്രദേശത്ത് ആദ്യ സമരപ്പന്തൽ ഉയർന്നത്. മേധ പട്കർ, സന്ദീപ് പാണ്ഡെ, SP ഉദയകുമാർ തുടങ്ങി നിരവധി പരിസ്ഥിതി പ്രവർത്തകർ അഭിവാദ്യവുമായി കാട്ടിൽപീടികയിലെത്തി. സർക്കാർ പോലീസ് വേട്ടയാടലുകൾ ഉണ്ടായിട്ടും രാഷ്ട്രീയം മറന്ന് ജനം കൈകോർത്തു. കാട്ടിൽപീടിക ഉയർത്തിയ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങി. ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് കാട്ടിലപ്പീടിക ഈ പ്രദേശത്തിന് തുടങ്ങി എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ച ഒരു സമരം കൃത്യമായി വിജയിച്ച, യഥാർത്ഥത്തിൽ ഏറ്റവും പൂർണ്ണമായി വിജയിച്ച ഒരു സമരമാണ് കേരളത്തിൽ നടന്ന കേരളയിൽ വിരുദ്ധ സമരം. ഞങ്ങൾക്കെല്ലാം അഭിമാനിക്കാം. ഇത് ഒരു നായകനല്ല, പല നായകന്മാരല്ല, മറിച്ച് ഈ സമരത്തിന്റെ നായകന്മാർ ജനങ്ങളാണ്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുവാനോ ചോർന്നൊലിക്കുന്ന വീട് നന്നാക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ 6 വർഷം അനുഭവിച്ച ദുരിതങ്ങൾക്ക് അറുതി വന്നുവെന്ന ആശ്വാസത്തോടെ അവർ മധുരം പങ്കിട്ടു, നിറപുഞ്ചിരിയോടെ. രാഷ്ട്രീയ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇച്ഛാശക്തിയിലൂടെയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ ഈ സമരപ്പന്തലിൽ സമരമിരുന്നത്. ആ സമരം മലബാറിന്റെ സമരചരിത്രത്തിൽ ഒരു ഏട് തന്നെയായിരുന്നു. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.